വാട്സപ്പിന്റെ ബിസിനസ് അക്കൗണ്ടിലെ മാർക്കറ്റിംഗ് മെസ്സേജ് എന്ന ഫീച്ചറാണ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിനകത്ത് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഫീച്ചറാണ് വാട്സപ്പിന്റെ ബിസിനസ് അക്കൗണ്ട്. വാട്സപ്പ് ബിസിനസ്സിനകത്ത് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫീച്ചറാണ് മാർക്കറ്റിംഗ് മെസ്സേജ്. ഇതെങ്ങനെയാണ് എന്ന് നോക്കാം. ഞാനിപ്പോ എനിക്ക് ഫോണ് വെച്ച് ഞാൻ ഇത് കാണിക്കുന്നില്ല. പകരം ഞാൻ ഫോണിനകത്തുനിന്ന് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പിന്റെ ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് 3 ഡോട്ട് ഉണ്ടല്ലോ മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേയേറെ ഓപ്ഷൻസ് കാണാം. അതിനകത്ത് മാർക്കറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ചെയ്യപ്പെട്ടതായി കാണാം. നേരത്തെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത ഒരു ഓപ്ഷനാണ്. മാനേജ് ആഡ്സും ന്യൂ ഗ്രൂപ്പും ബ്രോഡ്കാസ്റ്റും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പുതുതായി വന്നിട്ടുള്ള ഫീച്ചർ. ആൻഡ്രോയിഡ് ഫോണിനകത്താണ് നിലവിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്, ആപ്പിളിനകത്ത് അവൈലബിൾ ആയിട്ടില്ല. അതേപോലെ ആൻഡ്രോയിഡിന്റെ പഴയ വളരെ ഓൾഡ് ആയിട്ടുള്ള വേർഷൻസിനകത്ത് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട്. ഇതാണ് ഒന്നാമത്തെ. അപ്പൊ നിങ്ങൾ ആദ്യം ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റെപ്സ് മനസ്സിലാക്കണം. ഞാൻ അതിനാണ് സ്ക്രീന് കാണിക്കുന്നത്. മാർക്കറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരുന്നത്. കീപ് യുവർ കസ്റ്റമേഴ്സ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വിൻഡോ ഉണ്ടാവും. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. നമ്മൾ ആ പ്ലസ് ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന സ്ക്രീൻ ഇങ്ങനൊരു സ്ക്രീൻ ആണ്. ഇവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ആഡ് മീഡിയ, ആഡ് ടെക്സ്റ്റ്, ആഡ് ബട്ടൺ. ഈ ആഡ് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ, ഒരു വീഡിയോ, അങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവിടെ കൊണ്ടുവരാൻ കഴിയും. എൻ്റെ ഫോണിനകത്ത്, നമ്മുടെ ഫോണിനകത്തുള്ള ഒരു പിക്ചർ, ഒരു വീഡിയോ, ഒരു ഇമേജ് നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവന്നാൽ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അത് കാണുക. ഇതിന്റെ താഴെയുള്ള ഒരു സർക്കിളിനകത്ത് ഒരു ടിക്ക് മാർക്ക് കാണാം. ഞാൻ ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇങ്ങനെയാണ്. അതായത് ഞാനിവിടെ ആഡ് ഇമേജ് എന്നുള്ളിടത്തിൽ ഒരു ഇമേജ് കൊടുക്കും. അതിന്റെ തൊട്ട് താഴെ ആഡ് ടെക്സ്റ്റ്, ആഡ് ബട്ടൺ, ഈ 2 ഓപ്ഷൻ ഉണ്ട്. ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് അവിടെ എഴുതാം. നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലാണോ നമുക്ക് നമ്മളുടെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ ആ പ്രൊഡക്റ്റോ സർവീസുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ ഓഫീസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പോസ്റ്റർ ഉപയോഗിച്ചതേ ഉള്ളൂ. നമ്മൾ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണോ ബിസിനസ് ഉപയോഗിക്കുന്നത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചുരുക്കം ചില ടെക്സ്റ്റ് കൊടുക്കാം. പക്ഷെ അവിടെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒത്തിരി ലെങ്ത് ആയിട്ടുള്ള ടെക്സ്റ്റ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. നിങ്ങളൊരു ടെക്സ്റ്റ് അതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കും. നമ്പർ എക്സീഡ് ആവുകയാണെങ്കിൽ റെഡ് മാർക്കിനകത്ത് എത്ര നമ്പറാണ്, എത്ര ക്യാരക്ടർ, അതായത് ഒരു ലെറ്ററിനെ അല്ലെങ്കിൽ ഒരു ലെറ്റർ സ്പേസിന് ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഇവിടെ പരിഗണിക്കുക. നിങ്ങൾ മെസ്സേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ലെറ്റർ സ്പേസിനെ ഒരു ക്യാരക്ടർ ആയിട്ട് പരിഗണിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇൻ കേസ് അത് ക്യാരക്ടേഴ്സ് കൂടിക്കഴിഞ്ഞാൽ റെഡിൽ കാണിക്കും അതിന്റെ നമ്പർ. അപ്പൊ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കാണിക്കും. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ആഡ് ബട്ടൺ എന്ന് പറയുന്നത് കോൾ ടു ആക്ഷൻ ബട്ടൺ. കസ്റ്റമറോട് കോൾ ചെയ്യാം, സൈനപ്പ് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, എന്താണോ നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അത് നമുക്ക് കൊടുക്കാന്നുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു ടെക്സ്റ്റും ആഡ് കോൾ ടു ആക്ഷൻ ബട്ടണും ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണിക്കും. അതായത് നമ്മളുടെ കൊടുത്ത ഫോട്ടോ അല്ലെ വീഡിയോ ഉണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടാവും, നമ്മുടെ കോൾ ടു ആക്ഷൻ ബട്ടൺ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ക്രീൻ വരിക ഇവിടെയാണ്. ഇവിടെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മളുടെ വാട്സപ്പ് കോണ്ടാക്ട്സ്, 2 മെസ്സേജ് ഡ്യൂ, 3 ഹാസിന്റെ മെസ്സേജ് ഡ്യൂ. നോക്കണം, 3 സ്മാർട്ട് ലിസ്റ്റ് ആണ് ഓൾറെഡി ഉണ്ടാവുക. ഒന്ന് നിങ്ങളുടെ വാട്സപ്പിലുള്ള കോണ്ടാക്ട്, 2 നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത ആൾക്കാർ. ഒരുപക്ഷെ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് ആ അഡ്വർടൈസ്മെന്റ് കണ്ട് നമ്മളെ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത ആൾക്കാരെയാണ് നമുക്ക് തിരിച്ച് ഒരു കാര്യമാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ളതെങ്കിൽ എളുപ്പമാണ്, നമുക്ക് മെസ്സേജ് ചെയ്തവർക്ക് ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മൾക്ക് മെസ്സേജ് ചെയ്യാത്ത ആൾക്കാർ, മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ കുറെ ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അവര് നമുക്ക് മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല.
അവരെയാണെങ്കിൽ ഹാസിന്റെ മെസ്സേജ് ഡ്യൂ. അപ്പൊ ഈ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. എന്താണോ നിങ്ങൾ ബൾക്കായിട്ടൊക്കെ നിങ്ങൾ നമ്പറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഇങ്ങനെ സെലക്ട് ചെയ്തു. ഞാനൊരു എൻ്റെ വാട്സപ്പ് കോൺടാക്ട്സ് ആണ് സെലക്ട് ചെയ്തത് നോക്കി. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഈ ഓഡിയൻസിനെ ഏത് കൃത്യമായ ഓഡിയൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഈ ഓഡിയൻസിന് ഒരു ലാസ്റ്റ് 7 ഡേയ്സിൽ എനിക്ക് മെസ്സേജ് ചെയ്തവരെയാണ് ഞാൻ സെലക്ട് ചെയ്തെങ്കിൽ ലാസ്റ്റ് 7 ഡേയ്സിൽ മെസ്സേജ് ചെയ്തവരെ സെലക്ട് ചെയ്യാം. ലാസ്റ്റ് 30 ഡേയ്സ്, ലാസ്റ്റ് 3 മന്ത്സ്, ലാസ്റ്റ് 6 മന്ത്, ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ആ ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ലാസ്റ്റ് 30 ഡേയ്സ് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതേപോലെ ഒരു പീരീഡ് കാണിച്ചിട്ടുണ്ട്. ഈ പീരീഡും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എഡിറ്റ് ചെയ്ത് നമ്മളുടെ സൗകര്യത്തിനാക്കാൻ പറ്റും. എന്നിട്ട് അപ്ലൈ കൊടുക്കും. അടുത്തത് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ടാവും നമുക്ക് എത്ര പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ മുകളിൽ മെസ്സേജ് ഡ്യൂ 160 ഓഫ് 160 കോണ്ടാക്ട്സ് 6 മന്ത്. അതായത് 6 മാസം ഞാനുമായി എനിക്ക് മെസ്സേജ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ എനിക്ക് മെസ്സേജ് ചെയ്ത ആളുകളെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ആഗസ്റ്റ് 24, അതായത് 2024 ആഗസ്റ്റ് മുതൽ 2025 അല്ലെങ്കിൽ ഫെബ്രുവരി 20 വരെയുള്ള ഒരു ആളുകളെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണാൻ വേണ്ടി കഴിയും. താഴെ നോക്കിക്കഴിഞ്ഞാൽ എത്ര കോണ്ടാക്ട്സ് ആണ് നമ്മളിപ്പോ മെസ്സേജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതിന് എത്ര മെസ്സേജ് വരും, എമൗണ്ട് വരും എന്നുള്ള കാര്യവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ സേവ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് ഓർ ക്ലിയർ ലിസ്റ്റ്. ക്ലിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതല്ല വേണ്ടത്, ഇതൊന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റ് ക്ലിയർ ചെയ്യാം, വീണ്ടും നമുക്ക് പുതിയ ലിസ്റ്റ് ആഡ് ചെയ്യാം. അതല്ല നമുക്ക് മുന്നോട്ട് പോകണം, ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സേവ് കൊടുക്കും. ദെൻ ഇങ്ങനെ ഓഡിയൻസ്, നിങ്ങൾ ചൂസ് ചെയ്ത ഓഡിയൻസിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ഡ്യൂ എന്നുള്ള 160 കോണ്ടാക്ട്സ് നമ്മൾ സെലക്ട് ചെയ്തു. ആ 160 കോണ്ടാക്ട്സിന് 133.22 പൈസ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 78 പൈസയാണ് ഒരു മെസ്സേജിന് ചിലവാകുന്നത്. അത് ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിനകത്ത് നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ പ്രിവ്യൂ എന്ന് കാണാം. പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഫോട്ടോ, അതിന്റെ താഴെയുള്ള ടെക്സ്റ്റ്, അതിന്റെ താഴെയുള്ള കോൾ ടു ആക്ഷൻ ബട്ടൺ, അങ്ങനെയുള്ള കൃത്യമായിട്ട് നമുക്ക് ഒന്നുകൂടി കാണാൻ കഴിയും. അതായത് ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റും മെസ്സേജിനകത്തൊന്നും തെറ്റില്ല, എന്തെങ്കിലും മിസ്റ്റേക്കോ, കാരണം നമ്മൾ പരസ്യം ചെയ്യാണ്, അതിനകത്ത് തെറ്റൊന്നും വരരുത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി കഴിയും. തൊട്ട് താഴെ ഓഡിയൻസ് സെലക്ട് ചെയ്ത് 160 കോണ്ടാക്ട്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് താഴെ ഒരു പ്ലസ് ബട്ടൺ ഇട്ടിട്ട് ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് മെറ്റയ്ക്ക് നമ്മൾ കാശ് കൊടുക്കണം. കാശ് കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഈ അഡ്വർടൈസ്മെന്റ് ബൾക്ക് മെസ്സേജ് പോവും. അപ്പൊ അങ്ങനെ കൊടുക്കാൻ എത്രയാണ്? എസ്റ്റിമേറ്റഡ് ടോട്ടൽ 133.22. അതായത് 160 ആൾക്കാർക്ക് 78 പൈസ വെച്ചിട്ട് അയക്കാനുള്ള പൈസ 133.22. അതിന് നിങ്ങളൊരു പേയ്മെന്റ് മെത്തേഡ് കൊടുക്കണം. താഴെ സ്കെഡ്യൂൾ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. സ്കെഡ്യൂൾ എന്ന് പറയുന്നത് എപ്പോൾ പരസ്യം കൊടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ആഡ് പേയ്മെന്റ് മെത്തേഡിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകും. ആഡ് പേയ്മെന്റ് മെത്തേഡിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇമെയിൽ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഇൻവോയ്സസ് ലഭിക്കാൻ പറ്റാവുന്ന ഒരു ഇമെയിൽ കൊടുക്കുക. ആ ഇമെയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ സെൻഡ് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതായത് ആ ഇമെയിലിലേക്ക് വാട്സപ്പ് ഒരു കോഡ് അയക്കും. ആ കോഡ് നമ്മൾ എൻ്റർ ചെയ്യാം. ആ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് കാണുന്ന ഒരു സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. ഈ സ്ക്രീനിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. നമ്മുടെ കൺട്രി ഏതാണ്, നമ്മുടെ റുപ്പി, ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ റുപ്പിയാണ്, ടൈം സോൺ, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകും. ഇവിടെ ഒന്നും നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യാനില്ല, നേരെ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഈ പേജിനകത്ത് കാണാം ബിസിനസ് ലൊക്കേഷൻ ആൻഡ് കറൻസി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് ആൻഡ് ടാക്സ് ഇൻഫോ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ആഡ് പേയ്മെന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ പേയ്മെന്റ് മെത്തേഡായിട്ട് ആഡ് ചെയ്യാം. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമ്പർ വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പൈസ ആര് കട്ട് ചെയ്യാണ് ചെയ്യുക? മെറ്റ കട്ട് ചെയ്യുക ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിനകത്ത് നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആയിരിക്കും. മൊബൈലിന്റെ ആപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബാങ്കിന്റെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആപ്പ് ഉപയോഗിച്ച് എനേബിൾ ചെയ്യാം. അതല്ലെങ്കിൽ ബാങ്കിലേക്ക് ഡയറക്റ്റ് പറഞ്ഞിട്ടും
ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാം. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത കാർഡ് മാത്രമാണ് ഇവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് വെച്ച് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് UPI ആണ്. മൂന്നാമത്തത് നെറ്റ് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ് അറിയാലോ. ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ പോകും, നമ്മൾ കാർഡ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് ആ സമയത്ത് ആ കാശ് എടുത്തു പോകും. ഡെബിറ്റ് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെയാണോ ആഡ് ചെയ്യുന്നത്, എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ കാർഡ് ആഡ് ചെയ്യേണ്ട, ഒരു തവണ ആഡ് ചെയ്താൽ മതി, അതിൽ നിന്ന് എമൗണ്ട് കട്ടായി. ഇനി UPI ഉണ്ട്. നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, അങ്ങനെ ഏതാണോ നമ്മുടെ UPI പ്ലാറ്റ്ഫോം, UPI ഓപ്ഷൻ, അത് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. എന്നിട്ട് തൊട്ടതായ ഐ ഹാവ് ആൻ ആഡ് ക്രെഡിറ്റ് ടു ക്ലെയിം ഉണ്ട്. അത് നമുക്ക് ചില ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ക്രെഡിറ്റ് ഇല്ല, നമ്മൾ ഒത്തിരി ആഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പ് തന്നെ ചില ക്രെഡിറ്റ് ഓപ്ഷൻസ് തരും. അതായത് നമുക്ക് ചില അഡീഷണൽ ഗിഫ്റ്റ് ഒക്കെ തരും. അതൊക്കെ ക്ലെയിം ചെയ്യാനാണ്. ഇനി ഇതില്ലെങ്കിൽ നമ്മളിവിടെ പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. UPI ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരൊറ്റ സിംഗിൾ ടൈം പേയ്മെന്റ് പോവുകയുള്ളൂ, വേറെ ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് കൊടുത്ത അഡീഷണൽ ഇൻഫർമേഷൻ നേരിട്ട് ചോദിക്കുന്നുണ്ട്. GST, പാൻ നമ്പർ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധമില്ല. പക്ഷേ ഇതിന്റെ താഴെ കാണാം ഒരു ബൈ ചെക്കിംഗ് ദിസ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ തൊട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, കുഞ്ഞു ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യും. അതിലൊരു ക്ലിക്ക് ഇട്ടാൽ ഒരു ടിക്ക് മാർക്ക് വരും. ഇപ്പൊ സ്ക്രീനിൽ കണ്ടതുപോലെ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് നെയിം ആഡ് ചെയ്യണം. നിങ്ങളുടെ ബിസിനസ് നെയിം ആഡ് ചെയ്യുക, നിങ്ങളെ അഡ്രസ് ആഡ് ചെയ്യുക. അതൊക്കെ ഇൻവോയ്സ് തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ പിൻകോഡ് ഉൾപ്പെടെ ആഡ് ചെയ്തതിന് ശേഷം ബിസിനസ് പർപ്പസ്, എന്ത് പർപ്പസിനാണ് നിങ്ങൾ ഈ പരസ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ അവിടെ 2 പർപ്പസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ പർപ്പസ്, യെസ് ഐ ആം ബൈയിങ് ആഡ്സ് ആൻഡ് മാർക്കറ്റിംഗ് മെസ്സേജസ് ഫോർ ബിസിനസ് പർപ്പസ്. രണ്ടാമത്തെ, നോ ഐ ആം നോട്ട് ബൈയിങ് ആഡ്സ് ആൻഡ് മാർക്കറ്റിംഗ് മെസ്സേജ് ഫോർ ബിസിനസ് പർപ്പസ് എന്നുള്ളതാണ്. ഞാൻ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് മെസ്സേജ് അയക്കുക എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ്, സേവ് നെക്സ്റ്റ്. ഇവിടെ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. ഇതിന്റെ ഒരു റിവ്യൂ പേജ് ആണ്. അതായത് നമ്മളുടെ ഓഡിയൻസ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ചെറിയൊരു പ്രോബ്ലം നിങ്ങൾക്ക് കാണാം. ഒരു അസാഡ് മാർക്ക് ഉണ്ട്, ഫണ്ട്സ് നീഡഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എന്താണ് കാണിച്ചതെന്ന് അറിയോ? ഒരു 23.99 രൂപ കൂടി വേണമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് ആർക്കും മനസ്സിലായോ? മറ്റൊന്നുമല്ല, GST ആണ്. നമ്മൾ ആദ്യം ഈ 160 ആളുകൾക്ക് പരസ്യം ചെയ്യാൻ 78 പൈസ വെച്ചിട്ടുള്ള എമൗണ്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ GST കൊടുക്കണം. അത് ഇവിടുത്തെ സർക്കാരിനുള്ളതാണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. GST കൂടി കൊടുക്കണം. അപ്പൊ ആ ഫണ്ട് നമ്മൾ ആഡ് ഫണ്ടിൽ കൊടുത്തിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 133.22, അങ്ങനെ അതിന്റെ കൂടെ എസ്റ്റിമേറ്റഡ് ടാക്സ്, അതായത് GST വരും. ടോട്ടൽ എമൗണ്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് ഇവിടെ നമ്മൾ ആ ഫണ്ടും കൂടി കൊടുത്തതിന് ശേഷം കണ്ടോ, നമ്മുടെ റിവ്യൂ പേജിനകത്ത് പ്രിവ്യൂ വന്നിട്ടുണ്ട്. കോണ്ടാക്ട്സ്, ഓഡിയൻസ് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ കൊടുത്ത എമൗണ്ട് വന്നിട്ടുണ്ട്. മെസ്സേജിനുള്ള കോസ്റ്റ് എത്രയാണെന്ന് വന്നിട്ടുണ്ട്. GST എത്രയാണ്, ടാക്സ് എത്രയാണ് പോയെന്ന് വന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് ടോട്ടൽ എത്രയാണ് നമ്മൾ കൊടുത്തത്, അതായത് 157 രൂപ, 20 രൂപയെ ചെലവഴിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് ബാക്കി എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്. അതാണ് അടുത്തതിന് ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാം 2 ഓപ്ഷൻ ഉണ്ട്, സ്കെഡ്യൂൾ ആൻഡ് സെൻഡ് നൗ. സെൻഡ് നൗ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഈ മെസ്സേജ് പോകും. സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ ഈ മെസ്സേജ് പോകേണ്ടത് അപ്പം ചെയ്യാം. ഇതെന്തിനാ സ്കെഡ്യൂൾ ഓപ്ഷൻ? പലപ്പോഴും നമുക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം, നമ്മളുടെ ഒരു പ്രശ്നം എന്താ അറിയോ, വാട്സപ്പ് ബിസിനസ് ബാൻ ചെയ്യാൻ, അക്കൗണ്ട് ബാൻ ചെയ്യാൻ കാരണമാകുന്നത് പോലെ ആളുകൾ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അപ്പൊ അങ്ങനെ വരരുത്. നമുക്കിപ്പോ നമ്മളുടെ എന്ത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ നമ്മൾ വിൽക്കാൻ ഉപയോഗിക്കുന്നത്, നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത്, അവർക്ക് ആ മെസ്സേജ് ഒന്ന് നോക്കാനും വായിക്കാനും സമയവും സൗകര്യവും ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. ഒരാൾ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇരുന്ന് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു മെസ്സേജ് വന്നാൽ അദ്ദേഹം എടുത്തു നോക്കിയിട്ടുണ്ടാവും, അവിടെ ഇടും. നേരെ അദ്ദേഹം ഓഫീസിൽ പോയി അദ്ദേഹത്തിന് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർമ്മ. അപ്പൊ പലപ്പോഴും ലഞ്ച് ടൈമിൽ ആളുകൾ ഫോൺ കുറച്ച് നോക്കാൻ സാധ്യത അല്ലെ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ ഫോൺ, അല്ലെങ്കിൽ വൈകുന്നേരം ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചൂസ് ചെയ്യുക. അപ്പൊ സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിന് ഉപയോഗിക്കുക. സ്കെഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ് ടൈം ഒക്കെ ചൂസ് ചെയ്യാം കഴിയും. ദെൻ നെക്സ്റ്റ് കൊടുക്കും.
നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ മെസ്സേജുകൾ സ്കെഡ്യൂൾ ചെയ്തത് എന്നുള്ള ഓപ്ഷൻസ് വരും. ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് വെൻ യു വാണ്ട് ടു സെൻഡ് ദിസ് മെസ്സേജ്, നമ്മുടെ സമയം ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തത് ഇവിടെ ഈ കേസിനകത്താണ് ടുമോറോ എന്നുള്ളൊരു സമയമാണ്. അല്ലെങ്കിൽ അവിടെ താഴെ സ്കെഡ്യൂൾ ടു സെൻഡ് ഉണ്ട്. ആ സ്കെഡ്യൂൾ ടു സെൻഡിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതാ ഇങ്ങനൊരു സ്ക്രീനാണ് നിങ്ങൾ കാണുക. നിങ്ങളുടെ ആഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആ ടൈമിലേക്ക് ഡേറ്റ് ആൻഡ് ടൈം വെച്ചത് സ്കെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ഇതായിരിക്കും ഫൈനൽ ഉണ്ടാവുക. ആ സമയത്ത് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തും. മനസ്സിലായോ എങ്ങനെയാണ് മാർക്കറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ബിസിനസ് വാട്സപ്പിന്റെ പുതിയ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്? മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ്